ചേന്ദമംഗലം കൂട്ടക്കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. വടക്കേക്കര CI ബിജു KR ആണ് പറവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. നാടിനെ നടുക്കിയ ചേന്ദമംഗലം കൂട്ടക്കൊല കേസിലെ കുറ്റപത്രം ഇപ്പോൾ പറവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വടക്കേക്കര CI ബിജു KR ആണ് കോടതിയിലെത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഒരു മാസം കൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലേ? മുൻപ് DYSP ജയകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ 17 അംഗ ടീം ഉണ്ടായിരുന്നു. അവരുടെ നിതാന്ത കഠിന പരിശ്രമം കൊണ്ടാണ് നമുക്ക് ഒരു മാസം തികയുന്ന ദിവസം കഴിഞ്ഞ 16/1/2025 തീയതിയാണ് ഇത് സംഭവം ഉണ്ടായത്. ഈ 15/2/2025 തീയതി നമുക്കത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചു. ഇതിൽ നമ്മൾ 112 സാക്ഷികളും 67 ഡോക്യുമെൻസും 59 മെറ്റീരിയൽ ഒബ്ജക്ട്സും നമ്മൾ ഈ കേസിലേക്ക് വേണ്ടിയിട്ട് ബന്ധുവസ്ഥരെടുക്കുകയും കണ്ടെത്തുകയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതുമാണ്. ഈ കേസിലേക്ക് നമ്മൾ ഐ വിറ്റ്നസ്സും കൂടാതെ ശാസ്ത്രീയമായ തെളിവുകളും അവലംബിച്ചിട്ടാണ് നമ്മൾ ഈ കേസിലേക്കുള്ള കുറ്റപത്രം. സാക്ഷിമൊഴികളിലാണോ ഊന്നൽ കൊടുത്തേക്കുന്നത് അതോ ശാസ്ത്രീയ തെളിവുകളിലാണോ? സാക്ഷിമൊഴികളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ശാസ്ത്രീയ എവിഡൻസുകളുമുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എവിഡൻസുകളും നമ്മൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതി ഋതു ജയനെ കൂടാതെ വേറെ ആരുമില്ലല്ലോ അല്ലേ? ഋതുവിന്റെ പേരിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഈ സമയം കുറ്റപത്രം സമർപ്പിച്ചത്. ഒരു പ്രതി മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന തരത്തിൽ ആദ്യം ചില വാർത്തകൾ വന്നിരുന്നു. പ്രതിയുടെ മാനസിക പരിശോധന പരിശോധിച്ചിട്ടുള്ളതാണ്. ജിതിന് ഇപ്പോഴും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്ന നിലയിലല്ല ഉള്ളത്. അതിനകത്ത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാലതാമസം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആളുടെ മൊഴി രേഖപ്പെടുത്താതെ ഡോക്ടറുടെ റിപ്പോർട്ട് വെച്ചിട്ട് ഈ റിപ്പോർട്ട് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ മൊഴി ഇനിയും പോകെ രേഖപ്പെടുത്തുമോ അതോ അതിന്റെ ആവശ്യമില്ല? നമ്മളിപ്പോൾ ആൾക്ക് നിലവിൽ സംസാരിക്കാൻ സാധിക്കുന്ന മൊഴിയെടുക്കാൻ സാധിക്കാത്ത സമയമായത് കാരണം മൊഴി എടുത്തിട്ടില്ല. ആവശ്യമായ സമയത്തിൽ കോൾ ചെയ്തിട്ട് മൊഴി കോടതി തന്നെ രേഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് പ്രധാന ദൃക്സാക്ഷി എന്ന് പറയുന്നത് 2 കുട്ടികളാണല്ലോ. അതെ, കുട്ടികളാണ്. അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്.